ഹലോ ഗായ്സ്, ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ കാറിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമാണ് ഞങ്ങളുടെ റൂമിലേക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സെന്തോ ശാന്തമായി കിടക്കുന്ന ഒരു ഫീലായിരുന്നു. വളരെയധികം സമാധാനം തരുന്ന ഒരു പ്ലേസ്. സത്യം പറഞ്ഞാൽ ഈ ദ്വീപിലെ ആളുകളും എന്തോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് എന്നുള്ളത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങോട്ട് നോക്കിയാലും ഭംഗിയേറിയ കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ ആ കാഴ്ചകൾക്കും അപ്പുറം ആ ഭംഗികൾക്കും അപ്പുറം എന്തോ ഒന്ന് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. നമ്മളിതാ ലക്ഷദ്വീപിലെത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ നമ്മളെ ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ബാഗൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊക്കെയാണ് പണി. ആകെ കണ്ണ് സീന അവിടെ ഒന്നും കാണുന്നില്ല. ചിലപ്പോ അതിന്റെ അപ്പുറത്തുണ്ടാവും. ഗ്ലാസ് ബോട്ടിന് ഡെമോ. വെള്ള മീനുണ്ടായിരുന്നു. ഈ കളറ് മീൻ അവിടെ നിക്കടാണ്. എന്താണത്? സനന്റെ വേറൊരു വേർഷൻ. സനമോളെ നിങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ പോവാ? വെള്ളത്തിൽ പോവോ? അങ്ങോട്ടൊക്കെ നീന്തോ? തെങ്ങും കടലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ, ചെറിയ റോഡുകൾ, എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്ത് പതിപ്പിച്ച ആളുകൾ, ഇതെല്ലാം ഈ ഒരു യാത്ര മനോഹരമാക്കുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു.